ബാക്കി വന്ന ഒരു നുള്ളു ചോറുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയേ. നമുക്ക് ഈ ഒരു സമയത്ത് എല്ലാവരുടെ വീട്ടിലും എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എലീൻ്റെ പെരിച്ചായിൻ്റെ ഒക്കെ ശല്യം അല്ലേ. പിന്നെ നമുക്ക് രാവിലെ ഉണ്ടായൊരു പ്രശ്നമായിരുന്നു. എൻ്റെ ഇവിടെ ചെടിയൊക്കെ ആകെ പറിച്ചിട്ട പോലെ ആയിരുന്നു കേട്ടോ. മണ്ണൊക്കെ പുറത്തോട്ട് വീണ് ആകെ വൃത്തികേടായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഒത്തിരി സമയമെടുത്തായിരുന്നു ഞാനത് ക്ലീൻ ചെയ്തത്. അപ്പം അത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു സമയത്ത്. ഇനിയിപ്പോൾ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിലും കൃഷിത്തോട്ടത്തിലും അതേപോലെ മണ്ണൊക്കെ മാന്തി എല്ലാം കപ്പ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമാണല്ലേ. അപ്പം എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ചോറുണ്ടാവൂലേ. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാത്രിയിൽ ഇങ്ങനൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ചെടികൾ വെക്കുന്ന ഈ ഒരു ചെടിച്ചോട്ടിലൊക്കെ ഉള്ള ഈ ഒരു എലീൻ്റെ ശല്യമൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാനും ഇതൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും നമ്മുടെ ഇപ്പം പനിക്കൊക്കെ കൊണ്ടുവരുന്ന പാരസെറ്റമോൾ ഉണ്ടല്ലോ, അത് എടുക്കാട്ടോ. വലിയ എലീൻ്റെ ശല്യമാണെങ്കിൽ പെരിച്ചായിൻ്റെ ഒക്കെ ശല്യമാണെങ്കിൽ ഒരു 3-4 എടുക്കണേ. ചെറിയ കുഞ്ഞ് എലീൻ്റെ ശല്യമൊക്കെ ആണെങ്കിൽ നമുക്ക് 1-2 ഒക്കെ മതി കേട്ടോ. അപ്പം ഞാൻ ഒരു ഗുളികയാണ് എടുക്കുന്നത്. അപ്പം ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഒരു പേപ്പറിലൊക്കെ വെച്ചിട്ട് പൊടിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വാരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്നാണ്ട് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഇടിച്ച് പൊടിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് നന്നായിട്ട് പൊടിയായിട്ട് കിട്ടണേ. അപ്പം അത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനത്തിൽ ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് വേസ്റ്റ് ആണെങ്കിലും കിച്ചണിലുള്ള വേസ്റ്റുകളൊന്നും പുറത്തോട്ട് അവിടെ ഇവിടെ എറിഞ്ഞു കളയാതിരിക്കുക. അങ്ങനെയൊക്കെ എറിഞ്ഞു കളയുമ്പോഴാണ് എലീൻ്റെ ശല്യം കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അതൊക്കെ എവിടെയെങ്കിലും വിട്ടു കൊണ്ടുപോയിട്ട് കളയുക. അപ്പം ഞാൻ ഇതേപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോറാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 സ്പൂണ് നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഗോതമ്പ് പൊടി ഇല്ലാത്തവർ അരിപ്പൊടി എടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ഗോതമ്പ് പൊടി ശരിക്കും നമ്മുടെ ഈ ഒരു ചോറ് നന്നായിട്ടുണ്ട് ഇതിലാണ്ട് ചേർത്ത് നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു നമ്മുടെ ഈ ഒരു ഗുളിക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിയ എലി ശല്യമാണെങ്കിൽ ഭയങ്കര ശല്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 ഗുളിക ചേർത്ത് കൊടുക്കണേ. കാരണം വലിയ എലിക്കൊക്കെ നമ്മൾ ഒരു ഗുളികയൊന്നും കൊടുത്താൽ പോരാ, ഒരു 3-4-5 ഗുളിക അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. അതിലേക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ കുഞ്ഞു ഉരുളായിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യേണ്ടത് സന്ധ്യാസമയത്താണ് കേട്ടോ. ഒരു സന്ധ്യാസമയത്ത് നമ്മൾ ചെയ്ത് നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഓവറായിട്ട് എലീൻ്റെ ശല്യം ഉള്ളത് എന്ന് വെച്ചാൽ അവിടേക്ക് നമ്മളിത് ഓരോ ഇങ്ങനെ ഒത്തിരി വലിപ്പം വേണ്ട, ചെറിയ ഉരുളാക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നീട് നിങ്ങൾക്ക് ആ എലീനെ തന്നെ ഇല്ല. കാരണം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം താമസിച്ച അവിടെ ഇതേപോലെ ഭയങ്കര എലി ശല്യമായിരുന്നു. അപ്പൊ ചെടിയൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേപോലെ ഒക്കെ പറിച്ചൊക്കെ ഇട്ട് ആകെ മണ്ണൊക്കെ പുറത്ത് വീണ് കിടക്കുന്ന കാണാം. അപ്പൊ ഞാനിത് ഇതേപോലെ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ എലീനെ കാണാനേ പറ്റില്ല, അങ്ങനെ ഒരു ശല്യേ ഉണ്ടാവാറില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതേപോലെ കുഞ്ഞു ഇത് ഈ നമ്മുടെ ഗോതമ്പ് പൊടി ചോറും കൂടിയോണ്ട് നമുക്ക് ഇങ്ങനെ ഉരുള കൂട്ടിയെടുക്കാനും ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അത് അങ്ങനെ പറ്റുന്നില്ല. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഈ ഒരു ചോറൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ് കയ്യിൽ. അപ്പോൾ നല്ല പ്രയാസമുണ്ട് കേട്ടോ ഇതൊന്ന് ഉരുള കൂട്ടിയെടുക്കാൻ. പക്ഷെ ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ നിങ്ങൾ പിന്നീട് എലീനെ കാണുകയില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ചെടീൻ്റെ ഇങ്ങനെ ചോട്ടിൽ നമ്മൾ ഇപ്പം നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ എലി ശല്യം നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് മണ്ണ് മാന്തി ഇടുന്നതെന്ന് ചെറിയ പിന്നെ ഇപ്പൊ മുറ്റത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ തറേൻ്റെ അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ മാളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഉരുള കൂട്ടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും നിങ്ങൾക്ക് ആ റിസൾട്ട് കാണും. പിന്നെ ആ പരിസരത്തേക്ക് തന്നെ എലി ശല്യം ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. അപ്പൊ എന്നും നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.